മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ ആനക്കൊമ്പ് വേട്ടയിലെ പ്രതികളെ കരുളായി വനം റേഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. എടക്കരയിലെ ലൈറ്റ് പാലസ് എന്ന ഇലക്ട്രിക് കടയിൽ 2 ആനക്കൊമ്പുകളുമായി പിടികൂടിയ 8 പേരെയാണ് കസ്റ്റഡിയിൽ വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മുഖ്യപ്രതികളായ ആദിവാസികൾക്കായി വനം വകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DRI നടത്തിയ പരിശോധനയിലാണ് 31 കിലോഗ്രാം തൂക്കം വരുന്ന 2 ആനക്കൊമ്പുകൾ എടക്കരയിൽ നിന്ന് പിടിച്ചെടുത്തത്. കേസിൽ കൊടുങ്ങല്ലൂർ കൂലിമുട്ടം പുന്നക്കൽ തറയിൽ അരുൺ, മേലാറ്റൂർ പാതിരിക്കോട് പിലായിത്തൊടി ഫദലുർ റഹ്മാൻ, ലൈറ്റ് പാലസിന്റെ ഉടമ മൂത്തേടം കാരപ്പുറം അടുക്കത്ത് വീട്ടിൽ കബീറിന്റെ മകൻ കാരപ്പുറം അടുക്കത്ത് വീട്ടിൽ റിസ്വാൻ, പാലേമാട് കരിമ്പന വീട്ടിൽ K നൌഷാദ്, എടക്കര മില്ലുംപടി കിഴക്കേതിൽ അബ്ദുൽ സലാം, തൃശൂർ കൊടകര കളത്തിലേക്കത്ത് S ഗോകുൽ, പാലേമാട് ഉള്ളാട്ടിൽ മനോജ് എന്നിവരെ DRI സംഘം അറസ്റ്റ് ചെയ്ത് നോർത്ത് DFO കാർത്തികിന് കൈമാറുകയായിരുന്നു. ചെരിഞ്ഞ ആനയുടെ കൊമ്പുകൾ കരുളായി വനത്തിൽ താമസിക്കുന്ന ആദിവാസികളാണ് തങ്ങൾക്ക് നൽകിയതെന്ന് പ്രതികൾ മൊഴി നൽകി. കരുളായി വനം റേഞ്ചിൽ നിന്നാണ് കൊമ്പ് ലഭിച്ചതെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 പ്രതികളെയും കരുളായി റേഞ്ചിൽ വിട്ടുനൽകുകയായിരുന്നു. കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ കൊമ്പുകൾ ലഭിച്ച എടക്കരയിലെ ലൈറ്റ് പാലസ് ഇലക്ട്രിക് ഷോപ്പിന്റെ ഗോഡൌൺ, ആദിവാസികൾ കൊമ്പുകൾ കൈമാറിയ ബാലംകുളം ചീനിക്കുന്ന് ഭാഗത്തും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കരുളായി വനത്തിൽ വെച്ച് ആനയുടെ ജഡത്തിൽ നിന്ന് കൊമ്പുകൾ മോഷ്ടിച്ച് കൈമാറിയ ആദിവാസികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ പറഞ്ഞു. റേഞ്ച് ഓഫീസർ ട്രെയിനി മുബഷിർ, നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബിജു, പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജീവ്, ഷിഹാബ്, സജി ജോൺ എന്നിവരാണ് പ്രതികളെ തെളിവെടുപ്പ് നടത്തിയത്. വൈകിട്ടോടെ പ്രതികളെ വനം കോടതിയിൽ ഹാജരാക്കി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.